ജീവിക്കാനുള്ളൊരു സ്പേസും ഒരറിവും കൊടുക്കുന്നിടത്ത് മാത്രമേ ഏത് സ്നേഹബന്ധവും തൃപ്തിയുള്ളതാവുള്ളൂ. അങ്ങനെ എപ്പോഴും ഒന്നിച്ചു വേണ്ട. മനുഷ്യർക്ക് അടിസ്ഥാനപരമായിട്ട് രണ്ട് മനുഷ്യരെപ്പോഴും ഒന്നിച്ചു വേണ്ട. അത് നമ്മളുടെ സ്പിരിറ്റിനെതിരാണ്. നന്നായി നൃത്തം ചെയ്യുന്ന, നന്നായിട്ട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സൗഹൃദ വലയങ്ങളുള്ള ഒരു പെൺകുട്ടി 50-ാം വയസ്സിൽ എന്നോട് സംസാരിക്കാൻ, വിവാഹം കഴിഞ്ഞ് അന്ന് മുതലൊക്കെ ഉപേക്ഷിച്ചിട്ട് മക്കളൊക്കെ ജോലി ചെയ്ത് പോയപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒറ്റയ്ക്കായി. തൻ്റെ എല്ലാ ക്രിയേറ്റിവിറ്റിയും ഈ ഭർത്താവിന് വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് എന്ത് നേടി? ഒരു സമാധാനം നേടിയില്ല. മനുഷ്യനെന്ന് പറയുന്നൊരു ജീവി തന്നെ അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ ആ മനുഷ്യവംശത്തിൻ്റെ പരിഹാരം തേടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട്. നമ്മൾ എന്തിനാണ് വന്നിരുന്നത് സംസാരിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. സ്പിരിച്വാലിറ്റി രൂപപ്പെടുന്നിടത്ത് മതമില്ലാതെയാവും. ഒരാൾ സ്പിരിച്വൽ ആകുമ്പോൾ അയാളിൽ നിന്ന് ആദ്യം കൊഴിഞ്ഞു പോകുന്നത് മതമായിരിക്കും. രണ്ട് പേർക്കിടയിൽ അവരവരായിട്ടിരിക്കുന്നത് ഒരു ഹിംസയായിട്ട് മാറരുത്. അവരവർക്ക് അവരവരായിട്ടിരിക്കാനും പറ്റണം. എന്നാൽ പരസ്പരം യാതൊരു തരത്തിലും ഹിംസ ഇല്ലാതിരിക്കുകയും വേണം, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും. അങ്ങോടൊപ്പം ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും കടന്നു വരുന്ന വലിയൊരു റൈറ്ററാണ് ഖലീൽ ജിബ്രാൻ. ഈ അങ്ങ് പറഞ്ഞു നിർത്തിയെടുത്തു. ഞാൻ എപ്പോഴും ഇങ്ങനെ തർക്കിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളായതുകൊണ്ട് ചോദിക്കും. അപ്പം ഖലീൽ ജിബ്രാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അങ്ങ് എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ്, ഒരുമിച്ചിരിക്കുക പക്ഷെ വളരെ അടുത്തല്ല. ഒരു ചെറിയൊരു അത് എന്താ പറയുക, ആത്മീയത മാത്രമല്ല, സ്നേഹത്തിന് പോലും വളരെ വലിയ ഒരു വിശാലമായ ക്യാൻവാസിലേക്ക് പറിച്ച് നടന്ന എഴുത്തുകളാണ്. അപ്പം ഈ ഒരുമിച്ചിരിക്കുകയും എന്നാൽ അതേ സമയത്ത് പറയുന്നു വളരെ അടുത്തല്ല എന്ന്. ഈ സ്നേഹത്തിനായിട്ടത് നമ്മൾ ചേർത്ത് ഇണക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വാചകം മനുഷ്യൻ സോഷ്യൽ വെൽബീയിങ് ഒക്കെ പറഞ്ഞാലും, എത്ര സ്നേഹം പറഞ്ഞാലും, ഒരു ചെറിയ ഒരു സ്പേസ് അല്ലേ മനുഷ്യനെ ആഴത്തിലെ മുറിവുകളിലേക്ക് എത്തിക്കാതെയും. അതാണോ ആക്ച്വലി ഏതൊരു കമ്മ്യൂണിക്കേഷൻ, ഈവൻ കാഴ്ചയ്ക്ക് പോലെ. നമ്മളൊരു ബിൽഡിങ് കാണാൻ പോയിരുന്നായിരുന്നു. ഒരു ബിൽഡിങ് കാണാൻ പോയി, ആ ബിൽഡിങ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രം, ഇപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം നമ്മൾ കാണാൻ പോയി, അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം. അത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ അതിൻ്റെ ഏറ്റവും അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റില്ല. ഒരുപാട് അകലെ പോയാലും നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യാറ് ക്ഷേത്രങ്ങൾ, ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയ ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? മെല്ലെ പിന്നിലേക്ക് നടക്കും. നടന്ന് ഒരുപാട് അകലെയല്ലാതെ, ഇപ്പോൾ ഒരുപാട് സൂം ചെയ്യാവുന്ന ക്യാമറ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നോർമലി ക്യാമറ വേണ്ട, നമ്മുടെ കണ്ണ്. നമ്മൾ എന്ത് ചെയ്യും? ആ ഒന്ന് നന്നായിട്ട് ആസ്വദിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? എന്തും നന്നായിട്ട് ആസ്വദിക്കാൻ നമ്മൾ കുറച്ച് മാറിക്കും. ഭയങ്കര വലിയ ഫിലോസഫി. എന്തും ശ്രദ്ധിച്ചാലേ ബോഡി തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തങ്ങ് പോയിട്ടങ്ങ് നിന്നിട്ട് കണ്ടങ്ങ് ഭയങ്കര ഇഷ്ടമാകുമ്പോൾ നമ്മൾ ആദ്യം പറയുക, എവിടെ നിന്നാലായിരിക്കും ഇതൊന്ന് ഭംഗിയായിട്ട് കാണാൻ പറ്റുക? ഹിമാലയ പോയി അന്വേഷിക്കും. അപ്പോൾ ആൾ പറയും, ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് ഒരു സ്ഥലം, അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ നീലകണ്ഠ പർവ്വതം മുഴുവനായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളൊരു നിശ്ചിത ദൂരത്തേക്ക് പിന്നിലേക്ക് പോകണം. ഒരിക്കലും ഒരു ഹിമാലയ പർവ്വതം അടുത്ത് നിന്നിട്ട് ലോകത്താരും ആസ്വദിച്ചിട്ടില്ല. അടുത്തുനിന്നാൽ കാണൂലല്ലോ. എന്നിട്ടൊരു നിശ്ചിത ദൂരത്തേക്ക് മാറി നിന്നിട്ട് അത് നോക്കുമ്പോൾ കാണുന്നതാണ് സമ്പൂർണ്ണമായ ആസ്വാദനം. ഇപ്പം നമ്മൾ വർത്തമാനം പറയുന്നത് എന്താ? നമ്മൾ വളരെ സ്നേഹമുള്ളവരും സുഹൃത്തുക്കളാണ്, അടുത്തടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ പോരെ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പേസ് ഇട്ടു, നമ്മൾ രണ്ടു പേർക്കും സ്ട്രെയിൻ ഇല്ലാതെ പരസ്പരം കാണാം. എന്നാൽ ഒരുപാട് ദൂരെ കൊണ്ടിട്ടില്ല, യാതൊരു സ്ട്രെയിനും ഇല്ലാതെ പരസ്പരം കണ്ട്, എന്നാൽ ഒരുപാട് അകലാനും പാടില്ല, പരമാവധി അടുത്ത്. പക്ഷേ ഇടയിൽ രണ്ടു പേർക്കും കാലൊക്കെ നീട്ടാനും ഒക്കെ ഉള്ളൊരു സ്പേസും കൂടി കൊടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ഇരിപ്പ് സ്വസ്ഥമാകുന്നത്. പിന്നെ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് വേറൊരു മനുഷ്യൻ്റെ സ്നേഹം അധികം വേണ്ട, കുറച്ച് മതി. മനുഷ്യർക്ക് മനുഷ്യരുടെ സ്നേഹം കുറച്ച് മതി. ബാക്കിയൊക്കെ മറ്റ് ജീവജാലങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ കിട്ടേണ്ട സ്നേഹമാണ് വേണ്ടത്. നിങ്ങൾ പൂച്ചേനെയും നായനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് പൂച്ചേനെ ശ്രദ്ധിച്ചാൽ അറിയാം. എത്ര നമ്മളോട് സ്നേഹമുള്ള പൂച്ചയാണെങ്കിലും കുറച്ച് നേരം നമ്മൾ തലോടാൻ സമ്മതിക്കൂ. കുറച്ച് നേരം നമ്മളുടെ തലോടലേറ്റ് അത് ഇറങ്ങിപ്പോയിട്ട് അതിൻ്റെ ലോകത്തിലായിരിക്കുക. ഇനി പൂച്ചകളുടെയും നായ്ക്കളുടെയൊക്കെ കൂട്ടത്തെ നോക്കി നോക്കൂ. അവർ തമ്മിൽ ഒരുമിച്ച് കളിക്കുന്ന സമയം കുറച്ച് നേരം, ബാക്കി സമയത്തൊക്കെ അവർ ഒറ്റയ്ക്കാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും, അമ്മമ്മയുടെ പാട്ടിന് പോകും, കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ.
ചില സമയത്ത് കുട്ടി അടുത്ത് വരുമ്പോൾ ആട്ടി അകറ്റും. അങ്ങനെ എപ്പോഴും ഒന്നിച്ചു വേണ്ട. മനുഷ്യർക്ക് അടിസ്ഥാനപരമായിട്ട് രണ്ട് മനുഷ്യരെ എപ്പോഴും ഒന്നിച്ചു വേണ്ട. അത് നമ്മളുടെ സ്പിരിറ്റിനെതിരാണ്. ഇപ്പോൾ രണ്ട് പേർക്കിടയിൽ സ്പേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർന്നിരുന്നാൽ അവിടെ സംഘർഷമേ ഉണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. കാരണം അത് പ്രകൃതി വിരുദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സ്നേഹമുള്ള ആളുകൾ ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ഒന്നിച്ച് ചിലവഴിക്കുമ്പോൾ ഏറ്റവും സ്നേഹസമ്പൂർണമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും. പിന്നെ അവരവരുടെ ലോകത്തേക്ക് വിട്ടുകൊടുക്കണം. അവരുടെ വായനകളിലേക്ക്, അവരുടെ യാത്രകളിലേക്ക്, അവരുടെ കാഴ്ചകളിലേക്ക്. ഇപ്പം എനിക്കിഷ്ടപ്പെടുന്നതല്ലല്ലോ പ്രേമിന് ഇഷ്ടമുണ്ടാവുക. പ്രേമിന് ഇഷ്ടപ്പെടുന്ന വർണ്ണമായിരിക്കില്ല എനിക്കിഷ്ടമുണ്ടാവുക. അപ്പോൾ എല്ലാം ഒരുമിച്ച് എന്നുള്ളത് തെറ്റായ ധാരണ. അപ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഇടത്തൊക്കെ ഒരുമിച്ചിരിക്കുകയും അല്ലാത്ത സമയത്തൊക്കെ അവരവരായിട്ടിരിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു സ്പേസ് രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടായാലേ സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അല്ല സ്നേഹമുള്ളവർ തമ്മിൽ എപ്പോഴും ഒന്നിച്ചിരിക്കും. ഇനി എത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിലും സ്നേഹം ഒരു ഘട്ടം കഴിഞ്ഞാൽ അസ്വസ്ഥതയാണ്. നമുക്ക് തന്നെ മടുക്കും സ്നേഹം. ഒരു നിശ്ചിത അളവ് വരെ മാത്രമേ സ്നേഹത്തിന്, കാരണം നമ്മുടെ ബ്രെയിനിന് മനുഷ്യരുടെ സ്നേഹസ്പർശം കുറച്ചേ വേണ്ടൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി വേണ്ടത് നമ്മളതുകൊണ്ടാണല്ലോ നമ്മൾ പ്രകൃതിയിലേക്ക് തിരിയുമെന്നും നമ്മൾ ആത്മാവിനെയും പ്രകൃതിയെയും ഗുരുക്കന്മാരെയും സാഹിത്യത്തെയും സംഗീതത്തെയും കവിതയെയും ഒക്കെ തേടി പോകുന്നതുകൊണ്ടാണ്. എന്നാൽ പിന്നെ എനിക്കിഷ്ടപ്പെട്ട പരിപൂർണമായ പ്രണയമുള്ള ഒരു കാമുകിയോ കാമുകനോ ഉള്ള ഒരാൾ പിന്നെ അവരിൽ മാത്രം പൂർണ്ണമായിക്കൂടെ? പറ്റില്ല. കാരണം അത് ഫുൾഫിൽ ചെയ്യുന്ന ഫാക്കൽറ്റി ചെറുതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബോറടിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഏറ്റവും സ്നേഹം ഇപ്പോൾ നമ്മൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ അറിയാതെ നമുക്ക് എന്നാൽ പിന്നെ നമുക്ക് നിർത്താം പ്രേമയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പോയിട്ട് നമുക്ക് വീണ്ടും വരാമെന്ന് പറയും. പിന്നെ അധികം സമയം എൻ്റെ അടുത്ത് ഇരിക്കണം എന്നില്ല. ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും വന്നിരിക്കാം. അപ്പോൾ രണ്ട് വ്യക്തികൾ, ജിബ്രാൻ തന്നെ പറയുന്നൊരു മനോഹരമായൊരു വാക്കുണ്ട്, സ്വതന്ത്രരായ രണ്ട് വ്യക്തികൾക്ക് അധിക ദൂരം ഒന്നിച്ച് നൃത്തം ചെയ്ത് സഞ്ചരിക്കാനാവില്ല. കുറച്ച് നേരം പോകാൻ പറ്റും. അപ്പുറം പിന്നെ കാണുക നമ്മൾ രണ്ടാളും രണ്ട് വഴിക്ക് നൃത്തം ചെയ്ത് പോണതാ. നമ്മളിങ്ങനെ ഒരു വളരെ അയവോടുകൂടി യാത്ര പോയിന്നായിരുന്നു, ഒരു മല കയറാൻ പോയിന്നായിരുന്നു, ഒരുമിച്ച് കൈയൊക്കെ കോർത്ത് പിടിച്ചിട്ട്. രണ്ടുപേരും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞ് നടക്കുക ഒരുമിച്ച്, ഭയങ്കര സ്നേഹത്തിലായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ പ്രകൃതിയിലേക്ക് തിരിയും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാം കൂടെ ഉണ്ടായിരുന്ന ആൾ കുറേ മുമ്പിലായിരിക്കും, നമ്മൾ കുറേ പിൻപിലായിരിക്കും. രണ്ടുപേരും രണ്ട് വഴിക്ക് പ്രകൃതിയിലേക്ക് പോകും. അതിൻ്റെ അർത്ഥം നമുക്കിടയിൽ സ്നേഹമില്ല എന്നല്ല. യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരാണെങ്കിൽ രണ്ടുപേരും ആ രണ്ട് കാഴ്ചയിൽ അഭിരമിച്ച് സന്തോഷിച്ച് അങ്ങനെ പോകണം. എന്നിട്ട് കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് രസമല്ലേ, അപ്പോൾ പറയും എന്ത് രസമല്ലേ, എന്നിട്ട് ചായയൊക്കെ കുടിക്കും, വീണ്ടും നടക്കും ഒരുമിച്ച് കുറച്ച് ദൂരം. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാവും, എന്നിട്ട് വീണ്ടും ഒന്നിച്ച് കൂടിയിട്ട് ആ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇങ്ങനെ ഇടയ്ക്കൊരുമിച്ചും പിന്നെ അകന്നും അവരവരുടെ ലോകത്ത് ജീവിച്ചും വീണ്ടും ഒരുമിച്ചും ജീവിക്കാനുള്ളൊരു സ്പേസും ഒരറിവും കൊടുക്കുന്നിടത്തും മാത്രമേ ഏത് സ്നേഹബന്ധവും തൃപ്തിയുള്ളതാവുള്ളൂ. പിടിച്ചു വെച്ചതുകൊണ്ടോ ഒരുമിച്ചിരിക്കുന്നത് കൊണ്ടോ ഉണ്ടാവണതല്ല സ്നേഹം. ആളുകൾ അങ്ങനെ വിചാരിക്കുന്നു. ഭയങ്കര അപകടമായിട്ടുള്ള, ഞാനിപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരുപാട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാം, അതും കൂടി നിന്നോട് ചേർത്ത് പറയാൻ. വിവാഹം കഴിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഈ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഉടനെ അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരുന്നൊരു മാറ്റമുണ്ട്. സ്ത്രീകളാണ് കൂടുതലും. അവരുടെ സൗഹൃദങ്ങൾ, അവരുടെ കല, അത് നന്നായി ചിത്രം വരയ്ക്കുന്നവരായിരിക്കും, പാട്ട് പാടുന്നവരായിരിക്കും, അവർക്ക് ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ടാവും. അതൊക്കെ അങ്ങ് കട്ട് ചെയ്യും. ഇവനും ഇവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോകുന്നതും അവരെ ഫോൺ വിളിക്കുന്നതൊക്കെ അങ്ങ് കട്ട് ചെയ്യും. ഇനി നമ്മൾ രണ്ടുപേരും തട്ടാനും മാത്രം, പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞ ആ രണ്ടുപേർക്ക് അധിക കാലം തൃപ്തിയോടെ ജീവിക്കാൻ പറ്റില്ല. ബോറടിക്കും. ഡൈവോഴ്സ് എപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, പിരിയും. രണ്ട് വ്യക്തികൾ തമ്മിൽ, ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ ജീവിതം സ്വസ്ഥമായി മുമ്പോട്ട് പോകാൻ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ചെയ്യേണ്ടത് അവർ രണ്ടുപേരും അതുവരെ ജീവിച്ചിരുന്ന ലോകങ്ങളെ പരസ്പരം സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്യല്ല വേണ്ടത്. എന്നിട്ട് നമ്മൾ രണ്ടാളും ഒന്നിച്ചാവുകയല്ല വേണ്ടത്.
നമ്മൾ രണ്ടുപേരും സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായ ജീവിതം കൃത്യമായിട്ട് ജീവിച്ചാൽ മാത്രമേ ഇവിടെ ഒന്നിച്ചിരി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പാട്ട് പാടുകയോ ചിത്രം വരയ്ക്കുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ സൗഹൃദ വലയങ്ങളിലും ജീവിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അത് തുടരാൻ, ഏറ്റവും ആരോഗ്യപരമായിട്ട് അത് തുടരാൻ ഇപ്പുറത്തിരിക്കുന്ന ആൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പുറത്തിരിക്കുന്ന ആൾ ഇതുവരെ എനിക്ക് ഫുട്ബോളായിരുന്നു ഇഷ്ടം, ചേട്ടൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് ചേട്ടന് ക്രിക്കറ്റാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിപ്പോൾ ഫുട്ബോൾ നിർത്തി ക്രിക്കറ്റ് കാണാൻ തുടങ്ങി, എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ ഞാൻ പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രിക്കറ്റ് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ ചേട്ടന് വേണ്ടി, ചേട്ടൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ താല്പര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇപ്പോൾ എനിക്ക് വയസ്സ് 50 കഴിഞ്ഞു. ഇപ്പം എനിക്ക് മരിച്ച പോലെയാണ് ജീവിതം. ചേട്ടനും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ചേട്ടൻ കുറച്ച് സ്നേഹമുള്ള മനുഷ്യനാണെങ്കിൽ നിനക്ക് ഫുട്ബോളല്ല ഇഷ്ടം, നീ ഫുട്ബോൾ കാണൂ, എനിക്കാ സമയത്ത് വേറെ പണിയുണ്ട്, അതുകൊണ്ട് നീ ഫുട്ബോൾ കണ്ടോളൂ, ഞാൻ ക്രിക്കറ്റ് കണ്ടോളാം, നീ നിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പൊക്കോളൂ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പൊക്കോളാം. നീ എന്തിനാണ് നൃത്തം നിർത്തിയത്? നന്നായി നൃത്തം ചെയ്യുന്ന, നന്നായിട്ട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സൗഹൃദ വലയങ്ങളിലുള്ള ഒരു പെൺകുട്ടി 50-ാം വയസ്സിൽ എന്നോട് സംസാരിക്കാൻ, വിവാഹം കഴിഞ്ഞ് അന്ന് മുതലൊക്കെ ഉപേക്ഷിച്ചിട്ട് മക്കളായി, മക്കളൊക്കെ ജോലി ചെയ്ത് പോയപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒറ്റയ്ക്കായി. തൻ്റെ എല്ലാ ക്രിയേറ്റിവിറ്റിയും ഈ ഭർത്താവിന് വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് എന്ത് നേടി? ഒരു സമാധാനവും നേടിയില്ല. അതുകൊണ്ട് ഭർത്താവിന് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ മാത്രമല്ല ആരും ജീവിക്കേണ്ടത്, അവരവർക്ക് വേണ്ടി കൂടി ജീവിക്കണം. അവരവരുടെ ക്രിയേറ്റിവിറ്റിയും അവരവരുടെ സൗഹൃദങ്ങളും അവരവരുടെ വെളിച്ചവും ആരോഗ്യപരമായ രീതിയിൽ ജീവിക്കാനുള്ളൊരു സംവാദം ഈ രണ്ടു പേർക്കിടയിൽ നടക്കണം. ഇതിനെയാണ് സ്പേസ് എന്ന് പറയുന്നത്. അല്ലാതെ നാളെ മുതൽ നീ എരിവ് കൂട്ടണ്ട. ഇപ്പം ഞാൻ വെജിറ്റേറിയനാണ്, അതുകൊണ്ട് നീ വെജിറ്റേറിയൻ ആവണം, ഞാൻ നോൺ വെജാണ്, അതുകൊണ്ട് നീ നോൺ വെജ് ആവണം. രണ്ടു പേർക്കും അവരവരായിട്ടിരിക്കാനും ഒപ്പം ഒന്നിച്ചിരിക്കാനും കഴിയുന്ന തരത്തിൽ ബോധത്തിലൊരു സ്പേസ് ഉണ്ടായി വരുമ്പോഴാണ് ഏത് ബന്ധവും, ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമല്ല കേട്ടോ, ഏത് ബന്ധവും ആരോഗ്യപരവും ഹൃദ്യവുമായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ വളരെ കുറച്ച് നാളെ ഓടുള്ളൂ, പിന്നെ മുഴുവൻ കാലുഷ്യത്തിലാണ്, അഭിനയമാണ്. ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ഇടാം ഒരുമിച്ച് നിന്നിട്ട്. ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല, ഒരു റിലേഷൻഷിപ്പിലും ഉണ്ടാവില്ല. നിർബന്ധ ബുദ്ധി ഒരു റിലേഷൻഷിപ്പിനെയും ഹൃദ്യമാക്കില്ല. ഒരയവ് വേണം വിട്ടുകൊടുക്കാൻ. ഓക്കെ, നീ ആടൂ, ഞാൻ കാണാം എന്നും കൂടി പറയാൻ ഉള്ള ഒരു അയവാർന്ന ഒരു ഉള്ളു നമുക്കുണ്ടായേ പറ്റൂ ഏത് ബന്ധത്തിലും. ഈ നമ്മൾ ബന്ധത്തെപ്പറ്റി പറയുന്ന സമയത്തെ ഇപ്പം ഇന്ന് വളരെ വിഷമകരമായിട്ടുള്ളൊരു ന്യൂസ് രാത്രി തന്നെ ഇങ്ങനെ കാണുമ്പം, ഈ കാലത്ത് നമ്മൾ ഞാനും സുഹൃത്ത് ഹരീഷേട്ടനോട് ട്രാവൽ ചെയ്ത് വരും, ആ വീഡിയോ ഇങ്ങനെ ഓഡിയോ വെച്ച സമയത്ത് ഭയങ്കര സങ്കടം തോന്നി. 16 വയസ്സുള്ള ഒരു പയ്യൻ 14 വയസ്സുകാരിയെ പ്രണയത്തിലാണ് അവർ, സംശയത്തിൻ്റെ പേരിലാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മളൊക്കെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മൾ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ ഉള്ള ഒരു പ്രായമാണല്ലോ അപ്പം. കാരണം ഇന്ത്യയിലെല്ലാവരും യങ്സ്റ്റാണെന്നാണ് ഇന്ത്യനെ പറയുന്നത്, എല്ലാവർക്കും കുട്ടികളുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ഈ ഒരു ഇൻസെക്യൂരിറ്റി, കാരണം ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഇപ്പോൾ വളരെയധികം വന്നു. സ്ട്രെസ്സ്, ഇൻസെക്യൂരിറ്റി, ടോക്സിക്, ബഡീസ്, ഇതൊക്കെ പുതിയ പുതിയ വേർഡുകളാണ്. പക്ഷേ ഈ പുതിയ വേർഡുകളാണെന്ന് വെച്ചാൽ ഇന്ന് വളരെ വളരെ നമ്മൾ പറയണമെങ്കിൽ നമ്മളുടെ എല്ലാ സംസാരങ്ങളിലും കുട്ടികളുടെ സംസാരത്തിലാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു ഞാൻ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് എപ്പോഴും നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ കുട്ടിക്ക് വേറെ ബന്ധം അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള ചെക്കിങ്ങിലാണ് ഈ കുട്ടി മുഴുവൻ സമയവും സ്പെൻഡ് ചെയ്തിരുന്നതാണ്. ഇതിൻ്റെ വലിയൊരു ക്യാൻവാസാണ് അങ്ങിപ്പോൾ പറഞ്ഞത്. ഈ കുട്ടികളെ ഈ അങ്ങ് ഒത്തിരി സമയവും ഞാൻ അങ്ങയുടെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും അങ്ങ് കുഞ്ഞുങ്ങളായിട്ട് വളരെയധികം സംവദിക്കുന്ന ഒരാളാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഭാഗത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയ്ക്ക് അങ്ങനെ വരുന്നത്? മാതാപിതാക്കൾക്ക് നല്ല പങ്കാണ് ഈ വിഷയത്തിൽ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ ഇപ്പോഴത്തെ മാതാപിതാക്കൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് മക്കളായിട്ട്.
അവർ വളരെ പ്രയോജനപ്രദമായ ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. മക്കളുടെ മാർക്ക്, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ ഗ്രേഡ്, അവരുടെ പ്രോഗ്രസ് കാർഡ്, അവരുടെ വേഷവിധാനങ്ങൾ, ഇതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. ഒരു ഇമോഷണലി കുഞ്ഞുങ്ങളോട് അറ്റാച്ച്ഡ് ആവാൻ വളരെ ഒരു കാരുണ്യത്തോടെയും വാത്സല്യത്തോടെയും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ലൈറ്റ് മൊമെൻറ്റുകൾ വളരെ കുറവാണ് ഇപ്പോൾ. ഒരു അയവാർന്ന അവരുടെ കൂടെ ഇരുന്നൊന്ന് കളിക്കുക. പണ്ട് നമ്മൾ കല്ല് കളിക്കുക എന്നൊക്കെ പറയില്ലേ, വട്ടത്തിലിരുന്ന് മാതാപിതാക്കളും മക്കളും വട്ടത്തിലിരുന്ന് സ്കൂൾ കോളേജ് വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ തമാശ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന എത്ര മാതാപിതാക്കൾ ഇപ്പം ഉണ്ട്? അങ്ങനെയൊന്നുമില്ല. തിരക്കാണെന്നാമത് എല്ലാവർക്കും. കുട്ടികൾ ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ വയലൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം അച്ഛനമ്മമാരിൽ നിന്ന് ഇമോഷണലായിട്ടുള്ള ഒരു വാംത്ത് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു ഊഷ്മളമായൊരു ചേർത്ത് പിടിക്കൽ, ഒരു നെറ്റിയിലൊരു ചുംബനം, തലയിലൊരു തലോടൽ, വാ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് എന്തെങ്കിലും കളിക്കാം, അവർക്കിഷ്ടപ്പെട്ടൊരു കളി അവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന നമ്മളില്ല. നമ്മളെപ്പോഴും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാൻ അവരെ ഉപയോഗിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരെ മൊബൈലും കയ്യിൽ കൊടുക്കും, ഇപ്പോൾ സമാധാനമായി. അങ്ങനെ കൊടുത്ത് ആ കുഞ്ഞ് മൊബൈലിന് അഡിക്റ്റ് ആകുമ്പോൾ മൊബൈലിന് അഡിക്റ്റായ കുട്ടീനായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകും. എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? നമ്മളുടെ അസ്വസ്ഥത മാറ്റാൻ വേണ്ടി കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ കൊടുത്തതാണ് ഫോൺ. അങ്ങനെ കൊടുത്ത് അത് ശീലിപ്പിച്ചു. അവരുടെ കൂടെ നമ്മൾ കളിച്ചില്ല. കുട്ടി കളിക്കാൻ തീരുമാനിക്കുമ്പോൾ ഫോണാണ് കളിക്കാൻ കൊടുക്കുന്നത്. നമ്മളും കൂടി ഇടയ്ക്ക് അവരുടെ കൂടെ കളിക്കുകയും നമ്മളും കൂടി അവരോട് ഇടപഴകുകയും എല്ലാ കാര്യവും അവർ കടന്നു പോകുന്ന ഓരോ ഇമോഷണൽ ലോകങ്ങളും അവരായിട്ട് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ചെയ്ത് നമ്മൾക്ക് ഇടയിലുണ്ടാവേണ്ട ഒരു ബോണ്ടുണ്ട്. ഇനി അച്ഛനമ്മ മക്കൾ എന്ന് പറയുന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് ഇനി സാധുതയില്ല. ഇനി സൗഹൃദത്തിന് സാധുതയുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അച്ഛനമ്മയും മക്കളോട് ഇനി സുഹൃത്തിനോടെന്ന പോലെ ഇടപഴകേണ്ടതുണ്ട്. കാരണം പുതിയ കാലത്ത് കുട്ടികൾ ജനിക്കുന്നില്ല, വ്യക്തികളെ ജനിക്കുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം നമ്മൾ കുട്ടിക്കാലത്തായിരുന്ന നമ്മളെ ഇപ്പോഴത്തെ കുട്ടികളെ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ഒരു കുട്ടീനെ, ഒരു സദസ്സിലൊരു കുട്ടി കയറി വന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ കൂളായിട്ട് വരുന്ന, അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ നിർഭയരാണ്. നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും മുണ്ടിൻ്റെ അടിയിലല്ലേ ഇരിക്കുക. ആരെങ്കിലും പേരെന്താന്ന് വെച്ചാൽ ഉടനെ കരയും. ഇന്ന് കുട്ടികൾ ഷെയ്ക്കിൻ്റെ എന്താണ് വേണ്ടത്? തിരിച്ചു നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് നമ്മളോട് പറയുന്നു. അതൊന്നും ശരിയല്ല കേട്ടോ അങ്കിൾ എന്ന് പറയുന്നു. അതെന്താണ്? അതിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണത്. ഇപ്പം പ്രായത്തിൽ അവർ കുറഞ്ഞവരായിരിക്കുന്നുവെങ്കിലും വ്യക്തിത്വത്തിൽ അവർ നമുക്കൊപ്പമാണ്. അതുകൊണ്ട് അവരോടൊരു സുഹൃത്തുക്കളോടെന്ന പോലെ അടുത്തിടപഴകി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ബോധപൂർവം ബിൽഡപ്പ് ചെയ്യണം അച്ഛനമ്മമാർ. അവരുടെ കൂടെ നടക്കാൻ പോയും യാത്ര പോയും ഒരുമിച്ചിരുന്ന് കളിച്ചും സ്കൂളിലെ പല വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തും. പ്രശ്നം ഉണ്ടാകുമ്പോഴല്ല അവരെ ചേർത്ത് പിടിക്കണ്ടേ. ആളുകൾ അങ്ങനെയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വന്നാൽ അവനായിട്ടൊരു ഔട്ടിങ്ങിന് പോകുന്നു, അവന് അത് വാങ്ങിച്ചു കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ല സ്നേഹം കൊടുക്കേണ്ട, അത് ദിവസവും കൊടുക്കേണ്ടതാണ്. അങ്ങനെ ദിവസവും കുഞ്ഞുങ്ങളോട് ചെറിയ പ്രായം മുതൽ തന്നെ നല്ല സൗഹൃദം ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്യുകയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവരായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായി വരുമ്പോൾ ആ കുട്ടിയിൽ വയലൻസ് കുറഞ്ഞിരിക്കും. വയലൻസ് വന്നാലും പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കും. കാരണം ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും എൻ്റെ ചുറ്റുമുണ്ട്, അവരെയും കൂടി ഓർക്കും എന്ത് ചെയ്യുമ്പോഴും. അവരുടെ മുമ്പിൽ കുറേ മോഡൽ. ഇപ്പം എനിക്ക് എനിക്ക് ദേഷ്യമുള്ള ഒരാളാണ്. അടിസ്ഥാനപരമായിട്ട് ദേഷ്യമുള്ള പ്രകൃതമാണ്. ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഉള്ളിൽ നിന്ന് ഇങ്ങനെ സടകുടഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഗുരുനിത്യേനെ ഓർക്കും, ഉമ്മാനെ ഓർക്കും, ഉപ്പാനെ ഓർക്കും, ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മനുഷ്യരെ ഓർക്കും, എഴുതിയ 25 പുസ്തകങ്ങൾ, ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള 10-350 വീഡിയോസൊക്കെ ഓർക്കും. ഇതിലൊക്കെ ക്ഷമയെക്കുറിച്ചാണ് വാചകം അടിച്ചിട്ടുള്ളത്. അതൊക്കെ ഓർത്തിട്ട് ഞാനങ്ങ് അടങ്ങും, പരമാവധി അടങ്ങും. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഒന്ന് സമാധാനത്തിലാക്കാനും നമ്മുടെ വയലൻസ് പുറത്തേക്ക് ഒഴുകാതിരിക്കാനും സപ്പോർട്ട് ചെയ്യും ആ സമയത്ത്. അങ്ങനെയാണ് നമ്മളിങ്ങനെ ശാന്തമായിട്ട് സംസാരിക്കുകയും ശാന്തമായിട്ട് എഴുതുകയും പറയുകയും ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ വയലൻസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, വയലൻസ് ഇല്ലാതാക്കാനാണ്.
ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും നമുക്ക് ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻപുട്സ് നമുക്ക് കിട്ടണമല്ലോ. അത് പുതിയ കാലത്ത് മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അവരെ ചേർത്തൊന്ന് പിടിക്കണം, ഇടയ്ക്കൊരു ഉമ്മ വയ്ക്കണം, അവരെ ചേർത്ത് പിടിക്കണം, സുഹൃത്തുക്കളോടെന്ന പോലെ ഇടപഴകണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കൂടുതലാണ്. അവരുടെ ഡിപ്രഷൻ, പാനിക് അറ്റാക്ക്, കുറേ വാക്കുകൾ, പാനിക് അറ്റാക്ക്, ഇതൊരു സത്യമാണ്. അവരെ കൺസിഡർ ചെയ്യുന്നില്ല വേണ്ട രീതിയിൽ. എന്നിട്ട് നമ്മളിങ്ങനെ ഈ കുട്ടികളെ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികൾക്ക് പ്രശ്നമുണ്ട്. മനുഷ്യൻ തന്നെ അടിസ്ഥാനപരമായൊരു പ്രശ്നമാണ്. മനുഷ്യൻ എന്ന് പറയുന്നൊരു ജീവി തന്നെ അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ ആ മനുഷ്യവംശത്തിൻ്റെ പരിഹാരം തേടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട്. നമ്മൾ എന്തിനാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രേം എന്നോട് ചോദിച്ചത് എന്താണ്? ദുഃഖത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിന് പുറത്ത് വരാൻ ശ്രമിക്കുക, നമ്മളതിങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പെട്ടെന്നൊന്നും ഒരു മറുപടിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ പെട്ടെന്നൊന്നും നന്നായി പോവില്ല. ഒരു കുഞ്ഞ് പെട്ടെന്നങ്ങ് നല്ല കുട്ടിയൊന്നും ആവില്ല. അവൻ്റെ ഉള്ളിൽ വയലൻസ് ഉണ്ട്, അവൻ്റെ ഉള്ളിൽ സൈലൻസ് ഉണ്ട്, അവൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷെ നമ്മളിത് പകർന്നു കൊടുത്ത് ഡിസ്കസ് ചെയ്ത് അവരായിട്ട് ഇടപഴകി അവരെയും കൂടി നമ്മളോടൊപ്പം മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണം. എളുപ്പമുള്ള പണിയില്ല. കുട്ടികളെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇന്നത്തെ കാലത്തൊരു കുഞ്ഞിനെ ആരോഗ്യപരമായി വളർന്നു വരാൻ സഹായിക്കുക എന്ന് പറയുന്നത് നല്ല പണിയാണ്. അത് അച്ഛനമ്മമാരും അധ്യാപകരും സമൂഹവും എല്ലാവരും കൂടി ചേർന്ന് നന്നാവേണ്ടതാണ്. ആ കൂട്ടത്തിൽ അവരും നന്നാവേണ്ടതാണ്. അപ്പോൾ നമുക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. കുട്ടികളുടെ തലയിൽ ഇത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനോടനുബന്ധമായി ചോദിക്കുമ്പോഴേ, നമ്മളിപ്പം പണ്ടൊക്കെ പല ബുക്കുകൾ വായിക്കില്ലേ, വളരെ ഏർലി പ്രായങ്ങളിലൊക്കെയാണ് കല്യാണം കഴിച്ചിരുന്നത് അല്ലേ, നമുക്ക് ബാലവിവാഹം. ഇപ്പോഴത്തെ കുട്ടികൾ അതേ ചില ഇപ്പോൾ നമ്മൾ പല കുട്ടികളെയും കാണുമ്പോൾ ഒരു +1 വിദ്യാർത്ഥി അല്ലെങ്കിൽ +2 വിദ്യാർത്ഥി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് അവർ ആക്ച്വലി അങ്ങ് പറഞ്ഞ പോലെ വ്യക്തികളായി മാറി. എന്ന് വെച്ചാൽ പ്യുവറായിട്ടൊരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയേക്കാൾ പക്വതയോടെ പെരുമാറുന്ന കുട്ടികളാണ് +1 +2 വിദ്യാർത്ഥികൾ തന്നെ. വളരെ മെച്ചോർഡായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അങ്ങ് പറഞ്ഞ പോലെ അവരൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും അവരിലൊരാളായി നിൽക്കുന്നവരടുത്ത് അവർക്കത് പറയാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്കത് പറയാൻ കഴിയില്ല. ഇതൊരു ശരിക്കും ഒരു വല്ലാത്തൊരു റിവേഴ്സ് എവല്യൂഷൻ അല്ലേ? കാരണം ഒരു വല്ലാത്ത ഒരു ക്രൈസിസ് പീരീഡ്, ഒരു ട്രാൻസിഷൻ പീരീഡ് എന്നൊക്കെ പറയണ പോലെ. അതെ 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 അപ്പോൾ ഇതൊരു മൊത്തം എല്ലാ ഏരിയയിലും ഉണ്ടത്. ഇത് മതത്തിൽ, ജാതിയിൽ, ദർശനങ്ങളിൽ, രാഷ്ട്രീയത്തിൽ, എല്ലാ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ, എല്ലായിടത്തും ഉണ്ടത്. ഇതൊരു ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമല്ല. ഇപ്പോൾ ഒരു മൊത്തത്തിൽ നമ്മളുടെ ഇതിനോടൊക്കെയുള്ള സമീപനത്തിൽ കുറച്ചും കൂടി വിശാലത കൊണ്ടുവന്നേ പറ്റൂ ഇനി എല്ലാ കാര്യത്തിലും. ഇപ്പോൾ സദാ കതറിട്ടുകൊണ്ട് നടന്നിരുന്ന രാഷ്ട്രീയക്കാർ ഒരു ദിവസം പെട്ടെന്ന് കളർ ഡ്രസ്സും ഒക്കെ ഇട്ട് ജീൻസ് പാൻറ് ഇട്ട് വരാൻ തുടങ്ങിയപ്പോൾ ആദ്യം എല്ലാവരും അസ്വസ്ഥരായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ അത് മാറി തുടങ്ങി. അപ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെ വളരെ വളരെ, ഇപ്പോൾ ജീൻസ് പാൻറ്റും ടീഷർട്ടും ഇട്ടിട്ട് സ്പിരിച്വാലിറ്റി പറയുന്നുണ്ട്. പണ്ടത് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം പണ്ട് സ്പിരിച്വലായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ആയിരിക്കണം. ഇതങ്ങനെയില്ല. എന്നല്ലാത്ത എത്രയോ ആളുകൾ വന്നിരുന്നിട്ട് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്. അപ്പോൾ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും ഈ പഴയ നമ്മുടെ ശീലങ്ങളെ പുതുക്കി പണിയാൻ തയ്യാറായേ പറ്റൂ. എല്ലായിടത്തും പുതുക്കി പണിയിൽ വേണം. ഇപ്പോൾ ഓരോ റിലീജനും ഓരോ ദർശനങ്ങൾ ഓരോ രാജ്യങ്ങളിൽ, ഓരോ ദേശങ്ങളിൽ, ഓരോ ഗോത്രങ്ങളിൽ ഉണ്ടായതാണ്. അപ്പം അന്ന് ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് പല സ്ഥലങ്ങളിൽ ഒരിടത്ത് മാത്രമുണ്ടായ മതങ്ങളും ദർശനങ്ങളും ചിന്തകളൊക്കെ അതിൻ്റെ വക്താക്കളൊക്കെ ഒരിടത്ത് കൂടിച്ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് പക്ഷേ സഹകരണം, അപ്പുറത്തിരിക്കും ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് പറയുന്നത് മാറിയിട്ട് എനിക്കൊരു ശരിയുണ്ട്, അതുപോലെ അവർക്കൊരു ശരിയുണ്ട്, അപ്പുറത്തുള്ളവർക്കൊരു ശരിയുണ്ട്. ഈ എല്ലാ ശരികളെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ റെസ്പെക്റ്റ് ചെയ്ത് അപ്പുറത്തിരിക്കുന്നവരെയും കൂടി ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു മൂല്യം ഇന്ന് അത്യാവശ്യമാണ്. പണ്ടത് വേണ്ട. പണ്ടൊരു വീട്ടിലത്തെ ഏറ്റവും മുതിർന്ന ആൾ പറയും, ബാക്കിയുള്ളവർ മുഴുവൻ അനുസരിക്കും. അതായിരുന്നു വാല്യൂ. മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം. ശരി തെറ്റെന്നുള്ള ക്വസ്റ്റ്യനൊന്നുമില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് എല്ലാവരും പറയും.
3 വയസ്സുള്ള കുട്ടി പറയും, വീട്ടിലെ സ്ത്രീ പറയും, പണമുള്ള ആൾ പറയും, പണമില്ലാത്ത ആൾ പറയും, അമ്മൂമ്മ പറയും, അപ്പൂപ്പൻ പറയും, കുടുംബനാഥൻ പറയും. അപ്പോൾ സഹകരിക്കണം, എല്ലാവരും ലിസൺ ചെയ്യണം. ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം എന്ന് പറയുന്ന വാല്യൂ ഇനി നടക്കില്ല. ഇനി എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കണം, എന്നിട്ട് എല്ലാവർക്കും സമ്മതമാകുന്ന ഒന്നിനെ നമ്മൾ ആവിഷ്കരിക്കണം. ഇതാണ് ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയും. ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തുടങ്ങണം. അത് മതങ്ങളിൽ വേണം, ദർശനം. ഇന്നത്തെ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എത്രയോ മതങ്ങൾ, എത്രയോ തരത്തിലുള്ള വിശ്വാസങ്ങൾ കൂടിക്കലർന്ന് ജീവിക്കുന്ന ഒരു സാമൂഹികതയാണ്. ഇതിനെ എല്ലാറ്റിനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന, പരസ്പര വിദ്വേഷമില്ലാതെ, അവിടേക്കാണ് നാരായണഗുരു പ്രസക്തമാകുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാവണം ഈ ഇടം എന്ന് പറയുന്നത് ആധുനിക മൂല്യമാണ്. പണ്ട് അങ്ങനെയല്ല. ഒരു അദ്വൈതി പറയും വിശിഷ്ടാദ്വൈതം ദ്വൈതം ശരിയല്ല, അത് വേണ്ട. ഇസ്ലാം പറയും ക്രിസ്ത്യാനിറ്റിയും ബുദ്ധിസവും ശരിയല്ല. ക്രിസ്ത്യാനി പറയും ഒരേ ഒരു യേശു, ബാക്കിയൊന്നുമില്ല. ഇനി ഹിന്ദുവിൽ വന്നാൽ ശൈവം പറയും വൈഷ്ണവത്തെ നമ്മൾ വെച്ചു വെറുപ്പിക്കില്ല. വൈഷ്ണവൻ പറയും ശൈവനോ, എന്ത് ശൈവൻ എന്ന് പറയും. ഇങ്ങനെ ലോകത്തെമ്പാടും ഒരു ദർശനത്തിന് മറ്റൊരു ദർശനം ശക്തമായി വാദിച്ചും തർക്കിച്ചും തോൽപ്പിക്കുന്നത് ഒരു ശരിയായിരുന്നു. നാരായണഗുരു ഇപ്പോൾ പറയുന്നത് വാദിക്കാൻ, തർക്കിക്കാൻ, തോൽപ്പിക്കാനും പോകണ്ട, സഹകരിക്കുക. ഇത് മതത്തിൽ മാത്രമല്ല, ഈ സഹകരണത്തിൻ്റെ വഴി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. വീട്ടിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും അമ്മൂമ്മയും കുട്ടികളും ആണും പെണ്ണും ഒക്കെ സഹകരിച്ച് പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ച് വിട്ടുകൊടുത്ത് ഉൾക്കൊണ്ട് ഒരു വ്യവസ്ഥ, ആധുനികമായ ഒരു മൂല്യവ്യവസ്ഥ രൂപപ്പെടണം. ആ മൂല്യവ്യവസ്ഥ മുമ്പില്ല. മുമ്പ് മുതിർന്നവർ പറയും, ബാക്കിയുള്ളവർ കേൾക്കുക, ഇതാണ് പണ്ടത്തെ മൂല്യം. ഇന്നത് നടക്കില്ല. ഇന്ന് 3 വയസ്സായ കുട്ടി പറയുമ്പോഴും നമ്മൾ കേൾക്കണം. നമ്മൾ എത്ര വലിയ വിവരമുള്ള ആളാണെങ്കിൽ, നമ്മൾ പറയുന്ന പൊട്ടത്തരാണെങ്കിൽ കുട്ടികൾ പറയും അങ്കിൾ പൊട്ടത്തരാണ് പറയണത്, അപ്പോൾ നമ്മൾ തിരുത്തണം. അല്ലാതെ ഞാൻ പറയും നീ കേട്ടാൽ മതി എന്നല്ല പറയേണ്ടത്. സോറി, എനിക്ക് തെറ്റുപറ്റി, ഞാൻ തിരുത്താം എന്ന് കുട്ടികളോട് പറയാൻ മുതിർന്നവരും കൂടി തയ്യാറാവണം. എങ്കിൽ കുട്ടികൾ നമ്മളെ ലിസൺ ചെയ്യും. നമ്മളെ തെറ്റുകൾ അവരോട് സമ്മതിച്ചാൽ അവരുടെ തെറ്റുകൾ അവർ നമ്മളോട് സമ്മതിക്കും, ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളോട് സോറി പറയില്ല. എന്നാണോ മുതിർന്നവർ അവരുടെ തെറ്റ് സ്വയം തിരിച്ചറിഞ്ഞ് അവർക്ക് താഴെയുള്ളവരോട് സോറി പറഞ്ഞു തുടങ്ങുന്നത്, അന്ന് ആരൊക്കെയാണോ നമ്മളെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത്, അവരൊക്കെ നമ്മളെ കേൾക്കാൻ തുടങ്ങും. അപ്പം അതൊരു ഇങ്ങനെ പല ഡയമെൻഷനിൽ നമ്മൾ ചർച്ച ചെയ്ത് എത്തിച്ചേരേണ്ട ഒരു ഇടമാണത്. പറഞ്ഞപ്പോൾ ഈ ഇതിനൊരു എക്കണോമിക് സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകം തന്നെ എക്സ്ക്ലൂസിവിറ്റി എന്നുള്ള കോൺസെപ്റ്റ് മാറി ഇൻക്ലൂസീവ് ആയിക്കൊണ്ടിരിക്കുക. പണ്ടും എല്ലാം ഒരു മൊണോപ്പൊളി ആണെന്നുള്ള എപ്പോഴും ഉണ്ടായിരുന്നത്. അതാണ് വിജയമന്ത്രമായിട്ട് ആൾക്കാർ കണ്ടിരുന്നത്. ഇന്നത് മാറി. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർ നിർമ്മാതാക്കൾ പോലും എക്സ്ക്ലൂസീവ് അല്ല, ഇപ്പം എല്ലാം കൊളാബറേഷൻ്റെ കാലമാണ്. എല്ലാം കൂട്ടിച്ചേർത്ത്. കാരണം എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് കൂടുതലെത്തിക്കണമെങ്കിൽ നിങ്ങൾക്കും കസ്റ്റമർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും തരുന്നു, നിങ്ങളെ ബ്രാൻഡിൽ കൊടുക്കുന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അങ്ങ് പറഞ്ഞ പോലെ ഒരു യാഥാസ്ഥിതികത്വം നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പിരിമുറുക്കം ഇന്ന് സമൂഹത്തിലുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ആത്മഹത്യ ആയാലും അല്ലേ, ഇതൊക്കെ വളരെ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെയാണ്. അതുപോലെ നമുക്ക് ചെറിയൊരു അസുഖം വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് പുതിയ റിപ്പോർട്ടാണ്, വളരെ ഫ്രീക്വൻസി കൂടി നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്, ഇത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സ്ക്ലൂസിവിറ്റി മാറി ഇൻക്ലൂസീവ് ആവുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ചിലതുണ്ട്. അതിലൊന്ന് നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിരുന്നു, ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണത്. ഇപ്പം കുട്ടികളൊക്കെ തന്നെ ആത്മീയത എന്ന് പറയുന്നതിടത്ത് റിലീജിയസ് ആവുക എന്ന നിർബന്ധമല്ല. ആത്മീയത എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പരിവേഷം കൊണ്ടുവരാതെ ലോകത്താകമാനം ഒരു 30% മേലെ ജനങ്ങൾ മതമില്ലാത്ത മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ ജനറേഷനിൽ പുതിയ ജനറേഷനെയാണല്ലോ. അപ്പോൾ ഈ അങ്ങ് താവോ നിർബന്ധബുദ്ധിയില്ലാതെ സമാധാനത്തോടെ ഒഴുക്കിനനുസരിച്ച് ജീവിക്കുന്ന ചിന്താഗതി മുതൽ
ഖലീൽ ജിബ്രാൻ, സ്നേഹം, നിശബ്ദത, ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ മതങ്ങളില്ലാതാവുക തന്നെയാണ് വേണ്ടത്. എന്നിട്ട് സ്പിരിച്വാലിറ്റി ഉണ്ടാവുകയാണ് വേണ്ടത്. സ്പിരിച്വാലിറ്റി രൂപപ്പെടുന്നിടത്ത് മതം ഇല്ലാതെയാവും. ഒരാൾ സ്പിരിച്വൽ ആകുമ്പോൾ അയാളിൽ നിന്ന് ആദ്യം കൊഴിഞ്ഞു പോകുന്നത് മതമായിരിക്കും. എന്താണ് റിലീജിയൻ എന്ന് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. റിലീജിയൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഫ്രെയിമിൽ ഞാനാണ് ശരി, ഞങ്ങളാണ് ശരി, അപ്പുറത്തിരിക്കുന്നതല്ല ശരി എന്ന് പറയുന്ന എല്ലാ ചിന്തകളും റിലീജിയസ് ചിന്തകളാണ്. റിലീജിയൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ, ഞങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം, നീ, നിങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടം, ഞങ്ങളാണ് ശരി, നിങ്ങൾ ശരിയല്ല എന്ന് നമ്മൾ പറയുന്ന എല്ലാ ചിന്തയും റിലീജിയസ് തോട്ട്സാണ്. സ്പിരിച്വൽ എന്ന് പറയുന്നത് ഞാൻ ശരിയാണ്, ഞങ്ങളുടെ ഒരു ശരിയുണ്ട്, അവർ ശരിയാണ്, അവരുടെ ഒരു ശരിയുണ്ട്, ഇങ്ങനെ പല ശരികൾ ചേർന്നിട്ടാണ് ഈ ലോകം ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു അയവാണ് സ്പിരിച്വാലിറ്റി. അതുണ്ടാകുമ്പോൾ ഞാൻ എല്ലാവരുടെയും ചിന്തയോടൊപ്പം നിൽക്കുന്ന ആളൊന്നും ആവില്ല. ഇപ്പം ഞാനിട്ടിട്ടുള്ള ഈ ജുബ്ബ, നിങ്ങൾ പ്രേമിട്ടിട്ടുള്ള ഷർട്ട് ബ്ലാക്കാണ്, ഞാനിട്ടിട്ടുള്ളത് ഒരു വൈറ്റിനോട് ചേർന്നൊരു കളറാണ്, ക്രീം കളറാണ് എന്ന് വെച്ചിട്ട് നമുക്കിടയിൽ ഒരു കുഴപ്പമില്ലല്ലോ. അല്ലാതെ ക്രീം ഷർട്ട് തന്നെ ഇടണം നിങ്ങൾ എന്ന് പറയുന്നതിനാണ് റിലീജിയൻ എന്ന് പറയുന്നത്. നിങ്ങൾ പൊട്ടുവിട്ടിട്ട് ഞാൻ പൊട്ടുവിട്ടിട്ടില്ല, അവിടെ നിങ്ങളെന്താണ് ഈ പൊട്ടുവിട്ട് വന്നിരിക്കുന്നത്, അപ്പോൾ നിങ്ങളെന്താണ് പൊട്ട് തൊടാതെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നതാണ് റിലീജിയൻ. ആ പൊട്ടിനെ കണ്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റണം, പൊട്ടിടാതെ എനിക്കിരിക്കാനും പറ്റണം. രണ്ട് പേർക്കിടയിൽ അവരവരായിട്ടിരിക്കുന്നത് ഒരു ഹിംസയായിട്ട് മാറരുത്. അവരവർക്ക് അവരവരായിട്ടിരിക്കാനും പറ്റണം, എന്നാൽ പരസ്പരം യാതൊരു തരത്തിലും ഹിംസ ഇല്ലാതിരിക്കുകയും വേണം, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും. ആ അവസ്ഥയ്ക്ക്, ആ രീതിയിലുള്ള ദർശനത്തിന് പറയുന്ന പേരാണ് സ്പിരിച്വാലിറ്റി. റിലീജിയനിൽ അത് സാധ്യമല്ല. ഞാനൊരു ഹിന്ദുവാണ് എന്നൊരാൾ പറയുമ്പോൾ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുകയാണല്ലോ. ഇപ്പോൾ ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഞാൻ ഹിന്ദുവാണെന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ എന്നാണ് അപ്പുറത്തിരിക്കുന്നത്. ഞാനൊരു മുസ്ലിമാണ്, ആ ശബ്ദത്തിൽ തന്നെ ഒരു സൗമ്യതയില്ല. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് അത് കൊള്ളാം. പക്ഷെ ആ കൊള്ളാം എന്നതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മൾ ഒരേ സമയം മൂല്യസംഘർഷവും അതേസമയം മൂല്യത്തിൻ്റെ സ്വരലയവും രണ്ടും ചേർന്നാണ് നമ്മളിരിക്കുന്നത്. ഒരു ഭാഗത്ത് നമുക്കൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, അതൊരു സ്വരലയം ഉണ്ടാക്കുന്നതാണ്. വേറൊരു ഭാഗത്ത് നമ്മൾ റിലീജിയസ് ആവും, അത് സംഘർഷം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മതത്തിൽ സ്പിരിച്വാലിറ്റി ഉണ്ട്, പക്ഷെ സ്പിരിച്വൽ ആവുന്ന സമയത്തൊക്കെ നമ്മൾ അയവുള്ളവരായിരിക്കും. സ്പിരിച്വലായിട്ടുള്ളൊരു മനസ്സെന്ന് പറയുന്നത് അപ്പുറത്തുള്ളതിനെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ വികാസം പ്രാപിച്ച ബോധമാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്. നമ്മളാണ് ശരി, നമ്മളാണ് എല്ലാറ്റിൻ്റെയും മൂലം എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ റിലീജിയസ് ആണ്. അതുകൊണ്ട് റിലീജിയസ് മൈൻഡിൽ നിന്ന് സ്പിരിച്വൽ മൈൻഡിലേക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യർ വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം റിലീജിയസ് മൈൻഡും ശക്തമാവുന്നുണ്ട്. പക്ഷേ ഒരു സ്പിരിച്വൽ മൈൻഡ് അത്ര കൂടിയത് കൊണ്ട് റിലീജിയസ് മൈൻഡ് വളരെ സംഘർഷം പോലെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ഏറ്റവും വെളിച്ചമുള്ളിടത്താണ് ഇരുട്ട് നമ്മൾക്ക് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുക. ക്ലീനായിരിക്കുന്ന ഒരു സ്ഥലത്ത് കരട് വീണാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും, നമ്മളത് അടിച്ച് കളയും. ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഒരു പഴത്തൊലിയോ ഒരു മിഠായി കടലാസോ കണ്ടാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, നമുക്കത് എടുത്ത് കളയണം. പക്ഷേ ആ തെരുവിലൂടെ നടക്കുമ്പോൾ പഴത്തൊലിയും മിഠായി കടലാസും നമുക്കൊരു കുഴപ്പമില്ല, അത് വളരെ സാധാരണമാണ്. ഇന്ന് നമുക്ക് പല മൂല്യരാഹിത്യവും അസ്വസ്ഥപ്പെടുത്താൻ കാരണം മൂല്യമുള്ള ഒരിടത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഈ അസ്വസ്ഥതയെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ നമുക്കങ്ങ് താങ്ങാൻ പറ്റുന്നില്ല, തീരെ താങ്ങാൻ പറ്റത്തില്ല. യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? യുദ്ധരഹിതമായ വർഗീയരഹിതമായൊരു ബോധം നമ്മളിലുള്ളതുകൊണ്ടാണ്. അത് സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്ര അസ്വസ്ഥനൊന്നുമില്ല. പണ്ട് മനുഷ്യർ തമ്മിൽ തന്നെ മരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ, അതൊന്നും ഇവിടെ ആരും അറിയണില്ല എന്ന് മാത്രം. ഇപ്പം നമ്മളെല്ലാം അറിയാൻ തുടങ്ങി, എല്ലാം വിസിബിളാണ്. ലോകത്തെ എവിടെ നടക്കുന്നത് നമ്മളിന്ന് അറിയാൻ തുടങ്ങിയതുകൊണ്ടാണ് അക്രമം കൂടിയെന്ന് നമ്മൾ പറയുന്നത്. പണ്ട് നമ്മളുടെ രണ്ട് അയൽവക്കത്തുള്ള അക്രമം മാത്രമേ അറിയുള്ളായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ അടിയില്ലാത്ത സമയത്തൊക്കെ ലോകത്തെ എവിടെ അടിയില്ല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പഞ്ചാബിന് മാത്രം. ഇന്ന് നമ്മളും ഇപ്പം ഇന്ത്യ മുഴുവൻ സമാധാനത്തിൽ ഇരുന്നാലും എവിടെയെങ്കിലും യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരാൾ ബോംബിട്ടാൽ നമ്മളൊക്കെ അസ്വസ്ഥരാണ്.
അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ തിന്മകളും വിരൽത്തുമ്പിൽ നിന്ന് നമ്മൾ അറിയാൻ തുടങ്ങിയതാണ് ലോകത്തെ സംഘർഷം കൂടുതലാണെന്ന് നമ്മൾ വിചാരിക്കാൻ കാരണം. സത്യത്തിൽ വളരെ കുറവാണ്. ചരിത്രം പഠിച്ചാൽ മനുഷ്യർ ഏറ്റവും വയലൻസ് കുറഞ്ഞ് ജീവിക്കുന്ന കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് രണ്ടാൾക്ക് ഇരുന്ന് വർത്താനം പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പറയില്ല. പൊട്ടിട്ടവനും പൊട്ടിടാത്തവനും ഇരുന്നിട്ട് ജീവിത ദർശനം പറയുന്ന സാമൂഹികത ആധുനികമാണ്. അതങ്ങ് പറയുമ്പോൾ ആളുകൾക്കങ്ങ് ഷോക്കാണ്. നമ്മളൊരു സദസ്സിൽ നിന്ന് പോകും, ഞാൻ എല്ലായിടത്തും പറയും, നമ്മളൊരു സദസ്സിൽ പോവുക, അവിടെ പൊട്ടിട്ടവർ പൊട്ടിടാത്തവർ, ആണ് പെണ്ണ്, പ്രായം കൂടിയവർ പ്രായം കുറഞ്ഞവർ, എല്ലാ തരത്തിലും വ്യത്യസ്ത വിശ്വാസികൾ വിശ്വാസമില്ലാത്തവർ എല്ലാം കൂടി കലർന്നിരിക്കുന്ന ഒരു സദസ്സ് ആധുനികമാണ്. പണ്ടതില്ല. പണ്ട് ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവരുടെ സദസ്സ്, മതത്തിൽപ്പെട്ടവരുടെ സദസ്സ്, ദർശനത്തിൽപ്പെട്ടവരുടെ സദസ്സ്, വർണ്ണത്തിൽപ്പെട്ടവരുടെ സദസ്സ് അതുണ്ടാവും. ഇവരെല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സ് കുറവാണ്. ഇന്നിത് കൂടിയിരിക്കുന്ന സദസ്സുകൾ കൂടി വരുന്നത്. ഇപ്പോൾ നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളൊക്കെ എല്ലാവരും ഉണ്ട് അവിടെ. ഞങ്ങളുടെ മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നവരെ കാണാം, മതമേ വേണ്ട എന്ന് പറയുന്നവരെ കാണാം, എല്ലാതരം ആൾക്കാരെയും കാണാം. അങ്ങനെയുള്ള സദസ്സ് ആധുനികമാണ്. അപ്പോൾ അത് പണ്ടില്ല. അങ്ങനെ വേണം നമ്മൾ ചരിത്രത്തെ മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നു. ഈ ഇതിൽ നിന്ന് നമ്മൾ ചില സമയത്ത് ഈ സ്നേഹം, സന്തോഷം, അല്ലെങ്കിൽ ദുഃഖം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കുറേ ട്രാൻസിഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് അങ്ങ് എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു വലിയൊരു ഫിലോസഫി ഉണ്ട്, ഈ സൈലൻസ്. അങ്ങ് പോലും ചില സമയത്ത് നമ്മൾ പോഡ്കാസ്റ്റ് പറയാൻ വേണ്ടി വിളിക്കുന്ന സമയത്തൊക്കെ അങ്ങ് പറയും, ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവില്ല, ഞാൻ ഉൾവലിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മറുപടിയിലായിരിക്കും. ഈ നിശബ്ദതയ്ക്ക് നമ്മളെ തിരിച്ചറിയാനും നിശബ്ദതയ്ക്ക് നമ്മളെ മാറ്റാനും സാധിക്കുമെന്ന് പങ്കുകൊടുത്തവർക്കറിയാം. പക്ഷേ ഇതൊരു എന്താ പറയുക, റിസോർട്ട് പോയിരിക്കലാണോ ഈ നിശബ്ദത എന്നുള്ളത്? ഞാനൊരു 12 വർഷമായിട്ട് മുറിയാതെ കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ സൈലൻസ് റിട്രീറ്റ്. വർഷത്തിലൊരു 2 പ്രാവശ്യം മിനിമം, 3 പ്രാവശ്യം ആ രീതിയിലാണ് നടക്കാറ്. 5 ദിവസം. കൂടുതലും കാലടിയിലുള്ള സമീക്ഷാശ്രമം. അവിടെ ആകുമ്പോൾ ഒരു പുഴയുടെ തീരാണ്, നിറയെ മരങ്ങളുണ്ട്, കാട് പോലത്തെ ഒരു സ്ഥലം. പിന്നെ ലാറി ബേക്കർ സ്റ്റൈലിലുള്ള ശാന്തമായ ലളിതമായ ബിൽഡിങ്ങുകളാണ്. മനോഹരമായിട്ടിരിക്കാവുന്നൊരു ഹാളൊക്കെ ഉണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ ഈ സൈലൻസ് റിട്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയാറ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 അവയവങ്ങൾക്ക് വിശ്രമം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സൈലൻസ് റിട്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് 1 നാക്ക്, 2 ചെവി. കാരണം നമ്മൾ അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിക്കുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കണം മാത്രം, വേറെ ഒന്നും ചെയ്യരുത്. 1 മനുഷ്യരോട് സംസാരിക്കാതിരിക്കുക, 2 മനുഷ്യരെ കേൾക്കാതിരിക്കുക പരമാവധി. ബാക്കി നമ്മൾ കേൾക്കണമല്ലോ. ഇപ്പോൾ പ്രകൃതി, പക്ഷികൾ ചലയ്ക്കുന്നത്, പുഴയുടെ ഓളം വെട്ടുന്നത് ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. മനുഷ്യരെ കേൾക്കരുത്, മനുഷ്യരോട് സംസാരിക്കരുത്. ഇത് 2ഉം നമ്മൾ അടച്ചാൽ നമ്മൾ ഈ പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന വെയിറ്റ് പോലെയാണത്. നമ്മൾ വെയിറ്റ് വെക്കുക അരി വേവാൻ വേണ്ടിയിട്ട്. ആളുകളോട് സംസാരിക്കാതെ കേൾക്കാതിരിക്കുക. ആ സമയം മുതൽ അരി വേവാൻ തുടങ്ങും. അതായത് നമ്മൾ അസ്വസ്ഥമാവാൻ തുടങ്ങും. അതെ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത് നമ്മളിൽ നമ്മുടെ ഏറ്റവും സൂക്ഷ്മമായ നാഡീഞരമ്പുകൾ മുതൽ നമ്മളുടെ ബോധത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത് ഒരു പ്രോസസ്സിന് വിധേയമാക്കും. നമ്മളെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. നല്ല വിശ്രമം നമുക്ക് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണമായൊരു വിശ്രമം നമ്മൾ അനുഭവിക്കും. അതായത് ശരിക്കും പങ്കെടുത്തവർക്ക് അതറിയാം. അവിടെ ഇരുന്ന് ധ്യാനിക്കരുത്, ജപിക്കരുത്, പ്രാർത്ഥിക്കരുത്. ആകെ ചെയ്യേണ്ടത് 5 ദിവസം സ്ഥിരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നു. ആകെ നമ്മൾ ഒരു വണ്ടി നമ്മളൊരു സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുക? വണ്ടി പിന്നൊന്നും ചെയ്യില്ല. വണ്ടിയുടെ ആകെ പണി അവിടെ നിൽക്കുന്ന കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ പണിയെടുക്കും. ഇതുപോലെ നമ്മളുടെ പണി എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യൂ. നമ്മളെ നമ്മൾ ഊരിയെടുക്കുന്ന 2 കാര്യങ്ങളാണ്. 1 മനുഷ്യരോട് സംസാരിക്കേണ്ട, മനുഷ്യരെ കേൾക്കണ്ട.
പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നു. ഒരു 6 മണി മുതൽ 7 മണി വരെ ഹാളിൽ വന്നിട്ട് അവരവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന ഒരു പോസ്ചറിൽ ഇരിക്കുന്നു. കസേരയുള്ളവർ കസേരയിലിരിക്കാം, താഴെ ഇരിക്കേണ്ടവർക്ക് താഴെ ഇരിക്കാം. വെറുതെ ഇരിക്കുക. ഒരുപാട് ചിന്തകൾ വരും, നല്ല ചിന്ത വരും, മോശം ചിന്ത വരും, ഒന്നും ഇടപെടരുത്. അതൊക്കെ അനുഭവിക്കണം. ചിലർക്ക് കരച്ചിൽ വരും, അപ്പോൾ കരഞ്ഞോ, പക്ഷെ സംസാരിക്കരുത്. നമ്മൾ 1 മണിക്കൂർ ഇരുന്ന് പോയി ഭക്ഷണം കഴിക്കുന്നു, കുറച്ച് നേരം വിശ്രമിക്കുന്നു, വീണ്ടും 9 മണിക്ക് വരുന്നു, 10 മണി വരെ ഇരിക്കുന്നു, 10:30 മുതൽ 11:30 വരെ ഇരിക്കുന്നു, എന്നിട്ട് പോയി കുറച്ച് നേരം കിടന്നുറങ്ങുന്നു, വെറുതെ പുഴയോരത്ത് നടക്കുന്നു, അവിടെയുള്ള ചെടികളെയും അതിനൊക്കെ കാണുന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു റൊട്ടീനിൽ നമ്മളിങ്ങനെ ജീവിക്കും. 2 ദിവസം കഴിയുമ്പോൾ സംസാരിക്കാതിരിക്കുകയും മനുഷ്യരെ കേൾക്കാതിരിക്കുകയും ചെയ്തവരാണെങ്കിൽ, കുറച്ചൊക്കെ നമ്മൾ മിണ്ടും, മനുഷ്യർക്ക് പറ്റൊന്നുമില്ല, പക്ഷെ നമ്മൾ കൂടുതൽ പ്രകൃതിയെ കേൾക്കാൻ തുടങ്ങും. അതുവരെ കേൾക്കാതിരുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും. അതുവരെ നമ്മൾ കാണാതിരുന്ന ഇലകളും പ്രകൃതികളൊക്കെ കാണും, ഗന്ധം, ചുറ്റുപാടുകളെ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ തുടങ്ങും. നമ്മൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ആകുന്നത് പോലെ നമ്മൾ അനുഭവിക്കും. കാരണം മനുഷ്യരെ കേൾക്കുകയും മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്തിട്ട് മനുഷ്യർ മാത്രമാണ് ലോകമെന്ന് തെറ്റിദ്ധരിച്ച ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മനുഷ്യനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് സമയം കട്ട് ചെയ്യുമ്പോൾ ഇതുവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്ന മറ്റു ലോകങ്ങളായിട്ട് നമ്മുടെ സെൻസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കൂടുതൽ വിശാലരാവുകയാണ്. അങ്ങനെ ഒരു 5 ദിവസം കഴിയുമ്പോൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും മിണ്ടാതെ, ഒരിക്കലും കേൾക്കാതെ ഒരുമിച്ച് കഴിഞ്ഞ 20-25 പേര് തമ്മിൽ ആഴത്തിലുള്ളൊരു ബന്ധം ഉണ്ടായത് നമ്മളറിയും. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തമ്മിൽ പരസ്പരം ബന്ധം ഉണ്ടാകുന്നത് വർത്തമാനം പറഞ്ഞിട്ടാണെന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഈ വർത്തമാനം പറയുന്നത്. നമ്മളൊരു 10 വർഷം സംസാരിച്ച് ഇടപഴകിയതിനേക്കാൾ ആഴത്തിലുള്ളൊരു ബന്ധം തൻ്റെ അടുത്തൊന്നും മിണ്ടാതിരുന്നിരുന്ന ഇത്രയും ആളുകളായിട്ടുള്ളത് 5-ാമത്തെ ദിവസം ഓരോരുത്തരവിടെ അനുഭവിച്ചിട്ടുണ്ട്. 10 വർഷം പങ്കെടുത്തവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്രമം കൊടുക്കുക എന്നുള്ളതും നമ്മളെ കുറച്ചുകൂടി ഒന്ന് സെൻസിറ്റീവ് ആക്കുക എന്നുള്ളതും മനുഷ്യരായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മളെ ചുറ്റുള്ള പ്രകൃതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതും, ഇത് മാത്രമാണ് ഈ ഒരു വിശ്രമം. അതിലൂടെ ഒരു മെഡിറ്റേറ്റീവ്നെസ്സിലേക്ക് നമ്മുടെ ഹോൾ സിസ്റ്റം കുറച്ചും കൂടി ധൃതിയില്ലാതെ ശാന്തമായി ജീവിതത്തെ അഭിമുഖീകരിക്കാനും, നമ്മൾ അസ്വസ്ഥത അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം മനുഷ്യനിൽ മാത്രം സെൻറ്റേർഡ് ആയതാണെന്നും ചുറ്റുള്ള പ്രകൃതിയിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാൻ കുറച്ച് നേരം നാക്കടക്കുന്നതും ചെവി അടക്കുന്നതും സഹായിക്കുമെന്നും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ഈ സൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മൗനമായിരിക്കാൻ വേണ്ടിയിട്ടല്ല, കൂടുതൽ സർവ്വപ്രപഞ്ചത്തിലേക്കും നമ്മളെ ഒന്ന് വികസിപ്പിക്കാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള നിലയിലാണ് നാക്കടക്കാൻ പറയുന്നത്, ചെവി അടക്കാൻ പറയുന്നത്. വളരെ സിമ്പിളാണ്. ബാക്കി പിന്നെ അത് അനുഭവിച്ച ഓരോരുത്തർ അറിയേണ്ടതാണ്. വ്യക്തി ജീവിതത്തിൽ എനിക്കതൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ നിരന്തരം വർത്തമാനം പറഞ്ഞും നിരന്തരം മനുഷ്യരെ കേട്ടു നടക്കുന്ന ഒരാളെന്ന നിലയിൽ കുറച്ചും കൂടി നന്നായിട്ട് മനുഷ്യരെ കേൾക്കാനും കുറച്ചും കൂടി നന്നായിട്ട് മനുഷ്യരോട് സംസാരിക്കാനും ഈ മൗനമായിട്ടിരിക്കുന്നത് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാലുള്ള ഒരു, അതായത് ഞാൻ അതിനൊരു മോട്ടോ കൊടുത്തിട്ടുള്ളത്, ഉറങ്ങാൻ കിടന്നു കൊടുക്കുന്നത് പോലെ ഉണരാൻ ഇരുന്നു കൊടുക്കുക എന്നാണ്. നമ്മൾ ഉറങ്ങാൻ കിടന്നു കൊടുക്കും, നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ, കിടന്നു കൊടുക്കാനല്ലേ പറ്റും. നമ്മൾ നീണ്ടു നിവർന്ന് കിടക്കും, ഉറക്കം നമ്മളെ വന്ന് പുൽകും. എപ്പോഴാണ് നമ്മൾ ഉറങ്ങാന്ന് എല്ലാവരും പറയും, ഞാൻ 10 മണിക്ക് ഉറങ്ങുന്നു. 10 മണിക്ക് കിടക്കുന്നേ പറയാവും. 10 മണിക്ക് കിടക്കും. എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ഒരാൾക്കും ഇതുവരെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഒന്ന് ഉണരാൻ നമ്മളൊന്ന് ഇരുന്നു കൊടുക്കുന്നു. എപ്പോഴൊക്കെയോ നമ്മളിലൊരു ഉണർവ് വന്ന് ചേരും. ചുറ്റുപാടും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കാണാത്ത ഇലകൾ കാണുന്നു, മരം കാണുന്നു, ശബ്ദം കേൾക്കുന്നു. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരം മാത്രമല്ല എന്നും, ഞാൻ എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമല്ല എന്നും, ഞാൻ എന്ന് പറയുന്നത് ഈ പ്രകൃതിയും പുഴയും ആകാശ നക്ഷത്രങ്ങളും ഒക്കെ ആണെന്നും ബോഡിയിൽ നമ്മൾ അനുഭവിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ബോഡിയിലാണ് അനുഭവിക്കുക, ചിന്തയിലല്ല. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധന പോലെയാണ് ആ സൈലൻസ് റിട്രീറ്റ് വയ്ക്കാറ്.